Hello my dear students, welcome to Learner's World. In this video, I am going to talk about a poem analysis, Eve to Her Daughters by Judith Wright. Judith Wright was an environmentalist and campaigner for Aboriginal land rights. അപ്പോൾ ജുഡിത്ത് റൈറ്റ് ഒരു എൻവയോൺമെൻറ്റലിസ്റ്റ് ആണ്, അതുപോലെ അബോർജിനൽ ലാൻഡ് റൈറ്റ്സിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയിട്ടുള്ള ഒരു ക്യാമ്പയിനറാണെന്നാണ് പറയുന്നത്. ഷി വാസ് എ റെസിപ്പിയൻ്റ് ഓഫ് ദ ക്രിസ്റ്റഫർ ബ്രണ്ണൻ അവാർഡ് ആൻഡ് ഷി വാസ് എ റെസിപ്പിയൻ്റ് ഓഫ് ദ ഓസ്ട്രേലിയൻ നാഷണൽ ലിവിംഗ് ട്രഷർ അവാർഡ് in 1998 and she is voices for the oppressed, voiceless people and the land. അതുപോലെ ഒപ്രസ്ഡ് ആയിട്ടുള്ള, അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള, വോയിസ്ലെസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയിട്ടുള്ള ഒരാളായിരുന്നു ജുഡിത്ത് റൈറ്റ്. പോയട്രി വോളിയൂംസ്: The Morning Image, it published in 1946, and Woman to Man, it published in 1949, and The Gateway, it published in 1953, and Request to a Year. It is a feminist poem. It is dramatic monologue. അപ്പോൾ ഈ ഒരു പോയം ഒരു ഫെമിനിസ്റ്റ് പോയാണ് ഈവ് ടു ഹെർ ഡോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഡ്രമാറ്റിക് മോണലോഗാണ്. നമ്മളുടെ ഈവിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഈ ഒരു പോയം മുന്നോട്ട് പോകുന്നത്. Eve to Her Daughters appeared in Judith Wright's poetry collection, The Other Half, it published in 1966. അപ്പോൾ Eve to Her Daughters ജുഡിത്ത് റൈറ്റിൻ്റെ ഒരു പോയട്രി കളക്ഷൻ ആയിട്ടുള്ള ദ അതർ ഹാഫിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. The message of the poem Eve to Her Daughters is that he himself is God. The world will be led astray from faith. Eve wants her daughters not to submissive but rather to help man see that God can still exist in the face of mechanization and scientific advancement. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, അതായത് ആഡം ഹിംസെൽഫ് ഒരു ഗോഡായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അതായത് ആഡം ഒരു ഗോഡായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അതുപോലെ ഈവിൻ്റെ ഡോട്ടേഴ്സിനെ വാൺ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ആഡമിനെ ഒരു സബ്മിസീവ് വൈഫായിട്ട് ആഡമിനെ ഞാൻ ഫോളോ ചെയ്തിരുന്നു, അതുപോലെ നിങ്ങളൊരിക്കലും ആവരുത്, നിങ്ങളുടെ മക്കളെ നിങ്ങളൊരിക്കലും ഒരു സബ്മിസീവ് ആക്കരുത് എന്ന് പറഞ്ഞിട്ട് വാൺ ചെയ്യുന്നുണ്ട്. അതുപോലെ ഗോഡ് എക്സിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് മെക്കാനിസൈസേഷൻ, സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്, ഇതിലൊക്കെ ഗോഡ് എക്സിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. Judith Wright uses the biblical characters of Adam from Garden of Eden to represent European imperialism. അപ്പോൾ ജുഡിത്ത് റൈറ്റ് ഈ ഒരു പോയത്തിൽ ബൈബിളിക്കൽ ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ആഡം ആൻഡ് ഈവിനെ ഗാർഡൻ ഓഫ് ഈഡനിൽ അവരൊരു ഫോർബിഡൻ ഫ്രൂട്ട് കഴിച്ചു എന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് ഗാർഡൻ ഓഫ് ഈഡനിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആഡം റെപ്രസെൻ്റ് ചെയ്യുന്നത് യൂറോപ്യൻ ഇമ്പീരിയലിസത്തെ കാണിക്കാനാണെന്നാണ് പറയുന്നത്. Eve to Her Daughters appeared in Judith Wright's poetry collection, The Other Half, it published in 1966. The poem revisits the biblical characters of Adam and Eve through an alternative version of Eve's point of view. അപ്പോൾ നമുക്ക് ഈ ഒരു പോയത്തിൽ ബൈബിളിക്കൽ ക്യാരക്ടേഴ്സിനെ കാണാൻ കഴിയും. ആഡം ആൻഡ് ഈവിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു പോയം മുന്നോട്ട് പോകുന്നത്. ഷീ ഇൻ്റർപ്രറ്റ്സ് ദ ബൈബിളിക്കൽ ബുക്ക് ഓഫ് ജെനസിസ് ആൻഡ് ജോൺ മിൽട്ടൺസ് പാരഡൈസ് ലോസ്റ്റ്. അതുപോലെ ജെനസിസ് അതുപോലെ ജോൺ മിൽട്ടൺസ് പാരഡൈസ് ലോസ്റ്റ് ഒക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ജുഡിത്ത് റൈറ്റ്. ഇൻ ബോത്ത് ദ വർക്ക്സ് ആഡം ഈസ് കൺസിഡേർഡ് ഗോഡ്സ് പാർട്ട്ണർ ആൻഡ് ഈവ് ആസ് എ വുമൺ ഫോംഡ് ഫ്രം ആദംസ് റിബ്സ്. അതായത് ആദം എന്ന് പറയുന്നത് ഗോഡിൻ്റെ പാർട്ട്ണറാണ്. ആദമിൻ്റെ റിബിൽ നിന്നാണ് ഈവ് ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. These narratives also explain how Adam and Eve were banished from Eden for having sinned by eating the forbidden fruit. അതുപോലെ ഇതിൽ ഈ ഒരു നരേറ്റീവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആഡം ആൻഡ് ഈവ് എങ്ങനെയാണ് ഗാർഡൻ ഓഫ് ഈഡനിൽ നിന്ന് അവരെങ്ങനെയാണ് പുറത്താക്കിയത് എന്നുള്ളത്. അതായത് അവരെ ഒരു ഫോർബിഡൻ ഫ്രൂട്ട് കഴിക്കുന്നത് മൂലം അവരൊരു സിൻ ചെയ്തു, അതുമൂലമാണ് അവിടെ നിന്ന് പുറത്തായത്. ഇൻ ദീസ് വർക്ക്സ് വൺ അസ്യൂംസ് ഈവ് ആസ് ദ വൺ ഹു പ്രൊവോക്ഡ് സിൻ.
അപ്പോൾ ഈവാണ് ഈ ഒരു സിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവോക്ക് ചെയ്തത് എന്നാണ് പറയുന്നത്. ദ പോം സ്റ്റാർട്ട് വിത്ത് ദ നോട്ട് ഓൺ ഹൗ ഈവ് പാസീവ്ലി ആൻഡ് സബ്മിസീവ്ലി ഫോളോസ് ആഡം ടു ദ എർത്ത് ആൻഡ് ഹൗ ഷീ അഡാപ്റ്റ്സ് ഹെർസെൽഫ് ടു ദ പണിഷ്മെൻറ്റ് ഓഫ് ഗോഡ്. ഇതിൽ നമുക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് ഈവ് സബ്മിസീവായിട്ട് ആഡത്തിനെ ഫോളോ ചെയ്യുന്നത്. അതുപോലെ അവൾ ചെയ്തിട്ടുള്ള ആ ഒരു തെറ്റ്, ആ ഒരു സിന്നിന് അവൾ പണിഷ്മെൻറ്റ്, ദൈവത്തിൽ നിന്നുള്ള പണിഷ്മെൻറ്റ് അവൾ അഡാപ്റ്റ് ചെയ്തത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. വിറ്റ് ഈസ് എ സ്റ്റീരിയോടിപ്പിക്കൽ ഇമേജ് ഓഫ് എ വുമൺ. ഇതിൽ ഈവ് എന്ന് പറയുന്നത് ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ഇമേജാണ്, വുമണിൻ്റെ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ഇമേജാണെന്നാണ് പറയുന്നത്. വുമൺ എന്ന് പറഞ്ഞാൽ മാനിനെ ഫോളോ ചെയ്യുന്ന, മാനിൻ്റെ സബ്മിസീവായിട്ടുള്ള ഒന്നാണ് എന്നുള്ള ഒരു ഇമേജ് ഇതിൽ കാണിക്കുന്നുണ്ട്. വിമണിൻ്റെ ഒരു സ്റ്റീരിയോടൈപ്പിക്കൽ ഇമേജ് ഇതിൽ കാണിക്കുന്നുണ്ട്. ത്രൂ ഔട്ട് ദ പോം വൺ സീസ് ദ ഈഗോട്ടിസ്റ്റ് ആഡം ഹു കനോട്ട് റീകൺസിൽ വിത്ത് ഹിസ് ഫേറ്റ്. ഈ ഒരു പോയത്തിലുടനീളം നമുക്ക് ആഡമിൻ്റെ ഈഗോട്ടിസ്റ്റിക് അപ്രോച്ച് നമുക്ക് കാണാൻ കഴിയും. ഇറ്റ് ട്രൈസ് ടു ബിൽഡ് അൻ എംപയർ ഓഫ് ഹിസ് ഓൺ എർത്ത്, ഏക്കിംഗ് ടു ഹെവൻ ആൻഡ് റൂൾ ഓവർ ലൈക്ക് ഗോഡ്. അപ്പോൾ ആഡമിനെയും ഈവിനെയും ആ ഹെവനിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ആഡം ഒരുപാട് ആ ഒരു ഇൻസൾട്ടിനെ കുറിച്ചിട്ട് ആലോചിച്ച് ഇരിക്കാറുണ്ട്. അങ്ങനെ ആഡം ഇവിടെ ഏർത്തിൽ ഒരു ഹെവൻ, ഒരു ന്യൂ ഈഡൻ പണിയാൻ വേണ്ടിയിട്ട്, ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ലൈക്ക് ഗോഡ്, ദൈവത്തെ പോലെ, ദൈവം എങ്ങനെയാണ് ഗാർഡൻ ഓഫ് ഈഡൻ ബിൽഡ് ചെയ്തത്, അതുപോലെ ആഡം ഏർത്തിൽ ഒരു ന്യൂ ഈഡൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈസ് കമ്മിറ്റഡ് ടു റീഇൻസ്റ്റേറ്റിംഗ് ഹിസ് പ്രൈഡ് വിച്ച് ഇസ് ടിപ്പിക്കൽ മാസ്കുലിൻ കോൺസെപ്റ്റ്. അപ്പോൾ നമ്മളുടെ ആഡമിനെ അവിടുന്ന് പുറത്താക്കിയത് കൊണ്ട് ആഡമിൻ്റെ പ്രൈഡ് ഒരുപാട് ഹേർട്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് മാസ്കുലിൻ കോൺസെപ്റ്റാണ്, ഒരു ടിപ്പിക്കൽ മാസ്കുലിൻ കോൺസെപ്റ്റാണ് ഇത് കാണിക്കുന്നത്. ഹിയർ ഈവ് passes the messages to her daughters that as times have changed, they should not inherit their mother's fault of being submissive. അതിനുശേഷം ഈവിൻ്റെ ഡോട്ടേഴ്സിന് ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. അതായത് ഒരുപാട് കാലങ്ങൾ കഴിയുമ്പോൾ, ടൈം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മദറിൻ്റെ ഫോൾട്ട് മീൻസ് ഒരു സബ്മിസീവായിട്ടുള്ള ഒരു അപ്രോച്ച് നിങ്ങൾ ഒരിക്കലും ഇൻഹെറിറ്റ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ മക്കളെ ഒരിക്കലും നിങ്ങൾ ഒരു സബ്മിസീവായിട്ടുള്ള ഒരാളായിട്ട് വളർത്തരുത് എന്ന് പറയുന്നുണ്ട്. She observed how their sons Abel and Cain have inherited the avenging spirit of Adam. അതായത് ഇവ് പറയുന്നുണ്ട്, അവളുടെ മക്കളായിട്ടുള്ള സൺസായിട്ടുള്ള ഏബലിൻ്റെയും സെയിനും അവരുടെ ഫാദറായിട്ടുള്ള ആഡമിൻ്റെ ക്യാരക്ടർ എത്രത്തോളം ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവൾ ഒബ്സർവ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഈഡൻ ഈസ് പ്രസൻറ്റഡ് ആസ് ഫ്ലോലെസ് ആൻഡ് ഇമേജറി ഓഫ് കൊളോണിയൽ യൂറോപ്പ് ആൻഡ് ദ എർത്ത് ആസ് ഓസ്ട്രേലിയ. അപ്പോൾ ഈഡൻ എന്ന് പറയുന്നത്, ഈഡൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു കൊളോണിയൽ യൂറോപ്പിനെയാണ്. എർത്ത് റെപ്രസെൻ്റ് ചെയ്തത് ഓസ്ട്രേലിയ. അതായത് ഓസ്ട്രേലിയ ഒരു ഇൻഫീരിയർ ആണെന്നാണ് പറയുന്നത്. അതായത് ഈഡനേക്കാളും ഇൻഫീരിയർ ആണ് എർത്ത് എന്നുള്ളത് കാണിക്കാനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈഡൻ എന്നുള്ളത് കൊളോണിയൽ യൂറോപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, എർത്ത് എന്നുള്ളത് ഓസ്ട്രേലിയയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. വിച്ച് ഈസ് റിലഗേറ്റഡ് ആസ് ഇൻഫീരിയർ ബൈ ദ കൊളോണിയലിസ്റ്റ്. ദ കോളനൈസർ ഈസ് അനലോഗ്സ് ടു ദ ഡോമിനൻറ്റ് പാട്രിയാർക്കി. കോളനൈസർ എന്ന് പറയുന്നത് ഡോമിനൻറ്റ് പാട്രിയാർക്കിയാണ്. കോളനൈസർ ടു ദ ഒപ്രസ്ഡ് വുമൺ. കോളനൈസ്ഡ് ആയിട്ടുള്ളവർ ഒപ്രസ്ഡ് ആയിട്ടുള്ള വുമണാണ്. ദ സൺസ് ഹാവ് നെയിംസ് ആൻഡ് ദ ഡോട്ടേഴ്സ് ആർ നെയിംലെസ്. അപ്പം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഈവിൻ്റെയും ആഡമിൻ്റെയും സൺസിന് പേരുണ്ട്, പക്ഷേ ഡോട്ടേഴ്സിന് പേരില്ല. ഡോട്ടേഴ്സ് നെയിംലെസ് ആണെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ വുമൺ എപ്പോഴും ഡൊമിനൻ്റ് ആണ്. അതായത് മെന്നിനാണ് ഇമ്പോർട്ടൻസ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരുടെ പേര് വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇറ്റ് വാസ് നോട്ട് ഐ who began it, turn out into draughty caves, hungry so often, having to work for
our bread, hearing the children whining. I was nevertheless not unhappy. Where Adam went, I was fairly contented to go. I adapted myself to the punishment. It was my life. ഇവിടെ നമ്മളെ ആഡമിനെയും ഈവിനെയും ആ ഒരു ഗാർഡൻ ഓഫ് ഈഡനിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം അവർ ഭൂമിയിലെത്തിയതിന് ശേഷം അവരുടെ ഡെയിലി ബ്രെഡിന് വേണ്ടിയിട്ട് ആഡം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈവ് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ആഡം എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ പിറകെ ഈവും പോകും. ഒരു സബ്മിസീവ് ആയിട്ടുള്ള ഒരു വുമണായിട്ട് ആഡമിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. But Adam, he kept on brooding over the insult, over the trick they had played on us, over the scolding. He had discovered a flaw in himself, and he had to make up for it. Outside Eden, the earth was imperfect. The seasons changed, the game was fleet-footed, he had to work for our living, and he didn't like it. He even complained of my cooking. It was hard to combat with heaven. But Adam, he kept on brooding over the insult, over the trick they had played on us, over the scolding. അപ്പോൾ ഇവ് പറയാണ്, പക്ഷെ ആഡമിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ ആഡം എപ്പോഴും ഈ ഗാർഡൻ ഓഫ് ഈഡനിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കിയ സമയത്ത് ആഡമിന് നേരിടേണ്ടി വന്നിട്ടുള്ള ഇൻസൾട്ടിനെ കുറിച്ചിട്ട് ഓർത്തിരിക്കുകയാണ് ആഡം എപ്പോഴും ചെയ്യുന്നത്. ഓവർ ദ ട്രിക്ക് ദേ ഹാഡ് പ്ലേഡ് ഓൺ അസ്. അവർ ഞങ്ങളുടെ മേൽ ചെയ്തിട്ടുള്ള ആ ഒരു ട്രിക്ക് എന്തായിരുന്നു? ആ ട്രിക്ക് അതൊരു ഫോർബിഡൻ ഫ്രൂട്ടാണ്, അത് കഴിക്കരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് മറച്ചു വെച്ചു, ഞങ്ങളത് കഴിച്ചു. അതുമൂലം ഞങ്ങൾക്ക് ഒരു പണിഷ്മെൻ്റ് ആയിട്ട് ഞങ്ങൾ അതിൽ നിന്ന് പുറത്താക്കി. ആ ഒരു ഗാർഡൻ ഓഫ് ഈഡനിൽ നിന്ന് പുറത്തേക്ക് വന്നത് അതിന് ശേഷമാണ് ഞങ്ങൾ നേക്കഡാണെന്ന് മനസ്സിലായതും ഞങ്ങൾക്ക് ഷെയിം വന്നതൊക്കെ അതിന് ശേഷമാണ്. അപ്പോൾ ആ ഒരു ട്രിക്ക് അവർ ഞങ്ങളുടെ മേലിൽ പ്ലേഡ് ഓൺ അസ്, ഞങ്ങളുടെ മേലിൽ ആ ഒരു ട്രിക്ക് അവർ കാണിച്ചു. പക്ഷേ ഞങ്ങൾ ഒരുപാട് സ്കോൾഡ് ചെയ്തു. ഞങ്ങൾ അറിയാതെ ചെയ്ത തെറ്റിന് ഞങ്ങൾ സ്കോൾഡ് ചെയ്തു. ഹി ഹാഡ് ഡിസ്കവേർഡ് എ ഫ്ലോ ഇൻ ഹിംസെൽഫ് ആൻഡ് ഹി ഹാഡ് ടു മേക്ക് അപ്പ് ഫോർ ഇറ്റ്. ഇപ്പോൾ ആഡം അവനിൽ തന്നെ, അതായത് ആഡമിൽ ഒരു ഫ്ലോ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആഡം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഗാർഡൻ ഓഫ് ഈഡനിൽ എല്ലാം പെർഫെക്റ്റാണ്, അവിടെ ഫ്ലോലെസ് ആണ്. അതായത് ഇവർ എർത്തിലേക്ക് വന്നതിന് ശേഷം എല്ലാം ഇംപെർഫെക്റ്റായി അവർക്ക് ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു ഡെയിലി ബ്രെഡിന് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. ഔട്ട്സൈഡ് ഈഡൻ ദ എർത്ത് വാസ് ഇംപെർഫെക്റ്റ്. അതായത് ഈഡന് പുറത്ത് എർത്ത് എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് ആണ്. ദി സീസൺസ് ചേഞ്ച്ഡ്, അതായത് എർത്തിൽ എന്താണ് സീസൺസ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ദ ഗെയിം വാസ് ഫ്ലീറ്റ് ഫ്രൂട്ടഡ്. ഹി ഹാഡ് ടു വർക്ക് ഫോർ അവർ ലിവിങ് ആൻഡ് ഹി ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. അതായത് ആഡം എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ആഡം വർക്ക് ചെയ്യണം. ആഡമിന് അതിഷ്ടമല്ല. ഹി ഈവൻ കംപ്ലൈൻറ്റ് ഓഫ് മൈ കുക്കിംഗ്. ആഡം എന്ത് ചെയ്യും? എൻ്റെ കുക്കിങ്ങിനെ കുറിച്ചിട്ട് കംപ്ലൈൻറ്റ് ചെയ്യും. ഇറ്റ് വാസ് ഹാഡ് ടു കോമ്പറ്റ് വിത്ത് ഹെവൻ. അതായത് ഹെവനിൽ എല്ലാം അവൈലബിൾ ആണ്, എല്ലാം പെർഫെക്റ്റ് ആണ്, എർത്തിലെല്ലാം ഇംപെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എർത്തിനെ ഹെവനുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. സോ ഹി സെറ്റ് ടു വർക്ക്. ദ എർത്ത് മസ്റ്റ് ബി മെയ്ഡ് എ ന്യൂ ഈഡൻ with central heating, domesticated animals, mechanical harvests, combustion engines. അതുകൊണ്ട് തന്നെ ആഡം എന്ത് ചെയ്യാണ്? അതിനു വേണ്ടിയിട്ട്, അതായത് ഒരു ന്യൂ ഈഡൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡം എന്ത് ചെയ്യാണ്? ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? അതിന് ഒരുപാട് ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു ന്യൂ ഈഡൻ ബിൽഡ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. സെൻട്രൽ ഹീറ്റിംഗ്, ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്, മെക്കാനിക്കൽ ഹാർവസ്റ്റേഴ്സ്, combustion engines, escalators, refrigerators, and modern means of communication, and multiplied opportunities for safe investment and higher education for Abel and Cain and the rest of the family. You can see how his pride has been hurt. ഇവിടെ നമുക്ക് കാണാൻ കഴിയും എത്രത്തോളം നമ്മളുടെ ആഡമിൻ്റെ പ്രൈഡ് ഹേർട്ടായിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇൻ ദ പ്രോസസ് ഹി ഹാഡ് ടു അൺറാവൽ എവറിത്തിങ് ബിക്കോസ് ഹി ബിലീവ്ഡ് ദാറ്റ് മെക്കാനിസം വാസ് ദ ഓൾ സീക്രട്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട്, അതായത് ഒരു ന്യൂ ഈഡൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് ആവശ്യമാണ്. അപ്പോൾ ഈ ആഡം വിശ്വസിക്കുന്നത് മെക്കാനിസം വാസ് ദ ഓൾ സീക്രട്ട്, ഇതിൻ്റെ എല്ലാം സീക്രട്ട് മെക്കാനിസം ആണെന്നാണ് ആഡം വിശ്വസിക്കുന്നത്. ഹി വാസ് ഓൾവേസ് മെക്കാനിക്കൽ മൈൻഡഡ്. നമ്മൾ ആഡം എപ്പോഴും എന്താണ്, ഒരു മെക്കാനിക്കൽ മൈൻഡഡ് ആണ്. ഹി ഗോട്ട് ദ എവരി ഇൻസൈഡ് ഓഫ് ദ ഓൾ മെഷീൻ എക്സ്ക്ലൈമിങ് ആസ് ഹി വെൻ, സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. അതായത് ആഡം ഒരു മെക്കാനിക്കൽ മൈൻഡഡ് ആണ്. അതായത് ഒരു ന്യൂ ഏഡൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട് ആഡം ഒരു എപ്പോഴും മെഷീനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആഡം തന്നെ ഒരു എക്സ്ക്ലെയിം ആവുന്നുണ്ട്. അതായത് ഈ ഒരു മെഷീനിലേക്കൊക്കെ വോൾ മെഷീൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് ആഡം സ്വയം ഒരു എക്സ്ക്ലെയിം ആകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ ആ ഒരു വർക്കിങ്ങിൻ്റെ രീതിയൊക്കെ കാണുമ്പോൾ ആഡം ആശ്ചര്യപ്പെടുന്നുണ്ട്. ആൻഡ് നൗ ദാറ്റ് ഐ നോ ഹൗ ഇറ്റ് വർക്ക്സ്, വൈ ഐ മസ്റ്റ് ഹാവ് ഇൻവെൻറ്റഡ് ഇറ്റ്. For God and the other, they cannot be demonstrated, and what cannot be demonstrated doesn't exist. You see, he had always been jealous. ഇവിടെ പറയണേ ഗോഡ് ആൻഡ് ദ അതർ, ഗോഡ് ആൻഡ് ദ അതർ എന്ന് പറയുന്നത് മേ ബി സൈറ്റൻ ആവാം. അതായത് ഗോഡും അതറും എന്താണ്, അവരെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ എക്സിസ്റ്റിംഗ് അല്ല, അവർ നമുക്ക് കാണാൻ കഴിയില്ല, അവർ നിലനിൽക്കുന്നില്ല എന്നാണ് ആഡം പറയുന്നത്. ഇത് ആഡത്തിന് ഗോഡിനോടുള്ള ഒരു ജലസ് കാരണമാണ് ഗോഡ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്, ഹി ഗോ ടു ദ സെൻറ്റർ വേർ നത്തിങ് അറ്റ് ഓൾ ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് and clearly he doesn't exist, but he refuses to accept the conclusion. You see, he was always an egotist. അതായത് നേരത്തെ നമ്മൾ ആഡം പറഞ്ഞു ഗോഡ് ആൻഡ് സൈറ്റൻ ഇവർ ഡസൻ എക്സിസ്റ്റ് എന്ന് പറഞ്ഞു. കാരണം അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അവർ എക്സിസ്റ്റ് അല്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു കൺക്ലൂഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മളുടെ ആഡം റെഡിയല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗോഡ് ആണ് ആഡമിനെയും ഈവിനെയും ക്രിയേറ്റ് ചെയ്തത് ഗോഡാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഗാർഡൻ ഓഫ് ഈഡനിൽ അവർ ഒരു സിന്ന് ചെയ്തപ്പോൾ അവരെ അവിടെ നിന്നും പുറത്താക്കി, അവർ എർത്തിലെത്തി. അതുകൊണ്ട് തന്നെ ഗോഡ് എന്താണ്, എക്സിസ്റ്റ് ആണ്, ഗോഡാണ് ഇവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിന് മുന്നേ എന്താണ് നമ്മുടെ ആഡം പറഞ്ഞിട്ടുള്ളത്, അതായത് ഗോഡ് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ അത് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് പറഞ്ഞത്. ആ ഒരു കൺക്ലൂഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ ആഡത്തിന് കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. യു സി ഹി വാസ് ഓൾവേസ് ആൻ ഈഗോട്ടിസ്റ്റ്. അതായത് നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയും നമ്മുടെ ആഡം എപ്പോഴും ഒരു ഈഗോട്ടിസ്റ്റ് ആണ് എന്നുള്ളത്. It was warmer than this in the cave. There was none of this fallout. I would suggest for the sake of the children that it's time you took over. അതായത് ഇനി പറയുന്നത് ഈവിൻ്റെ ഡോട്ടേഴ്സിനോട് പറയാണ്. അതായത് ഹെവനിൽ ഇതിനേക്കാളും നല്ല വാമാണ്, ഇതിനേക്കാളും എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങളുടെ ചിൽഡ്രൻ്റെ സേക്ക് ഓഫ് ദ ചിൽഡ്രൻ, അതായത് നിങ്ങളുടെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം യു ടുക്ക് ഓവർ, അതായത് നിങ്ങൾ മുന്നോട്ട് വരാൻ സമയമായിട്ടുണ്ട്. ബട്ട് യു ആർ മൈ ഡോട്ടേഴ്സ്, യു ഇൻഹെറിറ്റ് മൈ ഓൺ ഫോൾസ് ഓഫ് ക്യാരക്ടർ. അതായത് നിങ്ങളെ മക്കളെ ഒരിക്കലും എന്താക്കരുത്, ഒരു സബ്മിസീവ് ആക്കരുത്, അതായത് മെന്നിനെ ഫോളോ ചെയ്യുന്ന ഒരു സബ്മിസീവ് ആക്കരുത് എന്നാണ് ഈവ് പറയുന്നത്. അതായത് ബട്ട് യു ആർ മൈ ഡോട്ടേഴ്സ്, യു ഇൻഹെറിറ്റ് മൈ ഓൺ ഫോൾസ് ഓഫ് ക്യാരക്ടർ. നിങ്ങൾ എൻ്റെ മക്കളായതുകൊണ്ട് തന്നെ എൻ്റെ ഫോൾട്ട് ക്യാരക്ടേഴ്സ് നിങ്ങൾ ഇൻഹെറിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. യു ആർ സബ്മിസീവ് ഫോളോയിങ് ആഡം ഈവൻ ബിയോണ്ട് എക്സിസ്റ്റൻസ്. അതായത് ഞാൻ ആഡത്തിനെ ഫോളോ ചെയ്തതുപോലെ, ഒരു സബ്മിസീവായി ആഡത്തിനെ ഫോളോ ചെയ്തതുപോലെ ആ ഒരു ക്യാരക്ടർ നിങ്ങൾ ഒരിക്കലും ഇൻഹെറിറ്റ് ചെയ്യരുത് എന്നാണ് ഈവ് ഡോട്ടേഴ്സിനോട് പറയുന്നത്. ഫോൾസ് ഓഫ് ക്യാരക്ടർ ഹാവ് ദെയർ ഓൺ ലോജിക് ആൻഡ് ഇറ്റ് ഓൾവേസ് വർക്ക്സ് ഔട്ട്. അതായത് ഫോൾസ് ഓഫ് ക്യാരക്ടർ, അതായത് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, അതായത് നല്ല സ്വഭാവവും ചീത്ത സ്വഭാവവും ഉണ്ടാവും. ആ ഒരു ഫോൾട്ട് ക്യാരക്ടർ
അതിൻ്റെ ഒരു ലോജിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് എല്ലാ സമയവും ചില സമയത്ത് അത് വർക്കൗട്ട് ആകും, അത് ശരിയാവുകയും മാറും എന്നാണ് പറയുന്നത്. ഐ ഒബ്സർവ് ദിസ് വിത്ത് ഏബൽ ആൻഡ് സെയിൻ. ഞാനിത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഏബൽ ആൻഡ് സെയിൻ എന്ന് പറയുന്നത് അവരുടെ സൺസാണ്. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് ഞാനിത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫാദറിൻ്റെ ഫോൾ ക്യാരക്ടർ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്, ആഡമിൻ്റെ. Perhaps the all elaborate fable right from the beginning is meant to demonstrate this. Perhaps it's the all secret. Perhaps nothing exists but our faults. ഇതിൽ പറയുകയാണെങ്കിൽ അതായത് ഒന്നും എക്സിസ്റ്റ് ആകുന്നില്ല, ബട്ട് അവർ ഫോൾസ്, നമ്മളുടെ ഫോൾസ് എക്സിസ്റ്റ് ആകുന്നത് എന്ന് പറയാണ്. ബട്ട് ഇറ്റ്സ് യൂസ്ലെസ് ടു മേക്ക് സച്ച് എ സജഷൻ ടു ആഡം. ഹി ഹാസ് ടേൺ ഹിംസെൽഫ് ഇൻ ടു ഗോഡ് ഹു ഈസ് ഫോൾട്ട്ലെസ് ആൻഡ് ഡസൻ എക്സിസ്റ്റ്. അതായത് ഇതിൻ്റെ എൻഡിങ്ങിൽ പറയുന്നത്, അതായത് ആഡം ഗോഡ് എക്സിസ്റ്റ് അല്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഗോഡ് ആൻഡ് സൈറ്റൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അവർ എക്സിസ്റ്റ് അല്ല എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഗോഡ് ആവാൻ വേണ്ടിയിട്ട് ആഡം ശ്രമിക്കുന്നുണ്ട്. ഗോഡ് ഹെവൻ ക്രിയേറ്റ് ചെയ്തതുപോലെ ഒരു ന്യൂ ഈഡൻ നമ്മുടെ ഏർത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ, ഗോഡിനെ പോലെ ക്രിയേറ്റ് ചെയ്യാൻ ആഡം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗോഡ് ഡസൻ എക്സിസ്റ്റ് എന്നാണ് ആഡം പറയുന്നത്. ഓക്കെ, താങ്ക്